എന്തുകൊണ്ടായിരിക്കാം യുവിക്ക് മുന്നേ അന്ന് ധോണി ക്രീസിലെത്തിയത്? 2011 ഏപ്രിൽ 2 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ നടക്കുന്ന മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലെ 42,000-ഓളം ആരാധകരും ലോകമെമ്പാടും ടെലിവിഷനിലൂടെ മത്സരം വീക്ഷിച്ച 135 മില്യൺ ഇന്ത്യൻ ആരാധകരും ഉദ്യോഗത്തിൻ്റെ മുൾമുനയിൽ നിന്ന രാത്രി. കരുത്തുറ്റ ശ്രീലങ്കൻ ബൗളിംഗ് നിര ഇന്ത്യൻ ആരാധകരുടെ ഹൃദയമിടിപ്പിന്റെ താളം നിയന്ത്രിച്ചിരുന്ന അപൂർവ സന്ദർഭമായിരുന്നു അന്നത്തെ ആ രാത്രി. ക്രിക്കറ്റിനെ മതമായി കണ്ട രാജ്യത്തിന് ആ രാത്രി വിജയിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. 83-ന് ശേഷം ഇതാ ഇന്ത്യ ലോക കിരീടത്തിന് തൊട്ടടുത്ത്. മഹേല ജയവർദ്ധനയുടെ സെഞ്ചുറി നേട്ടത്തിൽ പൊരുതാവുന്നൊരു സ്കോർ ശ്രീലങ്ക ഇന്ത്യക്ക് മുന്നിലേക്ക് വെച്ചു. 275 എന്ന ലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത ഇന്ത്യക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരുന്നില്ല. സ്കോർ ബോർഡിൽ ആദ്യ റൺ കുറിക്കും മുമ്പ് മലിംഗയ്ക്ക് മുന്നിൽ കാലിടറി സെവാഗ് പുറത്തേക്ക്. പിന്നാലെ 18 റൺസ് നേടിയ സച്ചിനും പുറത്തായതോടെ ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് മേലെ കരിനിഴൽ വീഴ്ത്തി മലിംഗയും കൂട്ടരും വാങ്കഡയെ നിശബ്ദമാക്കി. പ്രതീക്ഷകളുടെ അമിതഭാരവും പേറി ഗംഭീർ ഒരറ്റത്ത് നിലയുറപ്പിച്ചു. 3-ാം വിക്കറ്റിൽ കോഹ്ലിയുമായി ചേർന്ന് 83 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി ഗംഭീർ പതിയെ കളി ഇന്ത്യയുടെ വരുതിയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ 21-ാം ഓവറിൽ ഇന്ത്യൻ സ്കോർ 114-ൽ നിൽക്കുമ്പോൾ തിലകരത്നെ ദിൽഷന് റിട്ടേൺ ക്യാച്ച് സമ്മാനിച്ച് വിരാട് കോഹ്ലി പുറത്താകുമ്പോൾ ലക്ഷ്യത്തിലേക്ക് പിന്നെയും 160 റൺസ് ദൂരം ബാക്കിയായിരുന്നു. ടൂർണമെന്റിന്റെ താരമായിരുന്ന യുവരാജ് സിംഗിനെ പ്രതീക്ഷിച്ചിരുന്നിടത്ത് അപ്രതീക്ഷിതമായി ക്യാപ്റ്റൻ ധോണി കടന്നു വന്നു. എന്തുകൊണ്ടായിരിക്കാം ബാറ്റിംഗ് ഓർഡറിൽ സ്വയം മാറ്റം വരുത്തി യുവിക്കും മുന്നേ MS ധോണി എന്ന ഇന്ത്യൻ നായകൻ ക്രീസിലെത്തിയത്? കളിയുടെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ ഇന്ത്യൻ ആരാധകരെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി ശ്രീലങ്കൻ ഇതിഹാസം പന്ത് കയ്യിലെടുത്തപ്പോൾ ധോണി സ്വയം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു. മുത്തയ്യ മുരളീധരന്റെ കുത്തിത്തിരിയുന്ന പന്തുകൾക്ക് മുന്നിൽ ഇന്ത്യൻ നായകൻ ശരിക്കും പ്രതിരോധമായി. കൃത്യമായ ഇടവേളകളിൽ ബൗണ്ടറി കണ്ടെത്തിയും ഉറുമ്പരിമണി കൂട്ടുന്നത് പോലെ ഓരോ റൺസ് കണ്ടെത്തിയും ധോണിയും ഗംഭീറും ഇന്ത്യൻ സ്കോർ ബോർഡ് ചലിപ്പിച്ചു. സെഞ്ചുറി പാർട്ണർഷിപ്പ് പൂർത്തിയാക്കി അവർ ഇന്ത്യൻ ആരാധകരെ സ്വപ്നത്തിന് തൊട്ടടുത്തെത്തിച്ചു. സ്കോർ 223-ൽ ഗംഭീരമായൊരു ഇന്നിംഗ്സിന് വിരാമം. ലക്ഷ്യത്തിന് തൊട്ടടുത്ത് അർഹമായൊരു സെഞ്ചുറിക്ക് 3 റൺസ് അകലെ കറപുരണ്ട ജേഴ്സിയുമായി ഗംഭീർ പുറത്തേക്ക്. യുവരാജ് സിംഗ് ക്രീസിലേക്കും. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച പോരാളിയാണ് യുവി. തോൽക്കാൻ തയ്യാറല്ലാത്ത ഇതിഹാസം. 2011 ലോകകപ്പിലെ താരം. രാജ്യത്തിനു വേണ്ടി സച്ചിന് വേണ്ടി ലോകകപ്പ് നേടുമെന്ന് ടൂർണമെന്റിന് മുന്നേ യുവരാജ് സിംഗ് പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. അക്ഷരാർത്ഥത്തിൽ ആ പ്രതീക്ഷകളെല്ലാം യുവരാജ് അതേപടി നടപ്പിലാക്കുന്നതിനാണ് ക്രിക്കറ്റ് ലോകം പിന്നീട് സാക്ഷ്യം വഹിച്ചത്. പതിയെ യുവിയെ കൂട്ടുപിടിച്ച് ധോണി ഇന്ത്യൻ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചു. 28 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ലോകത്തിന്റെ നെറുകയിൽ. നമ്മളറിയാതെ നമ്മുടെ കണ്ണുകളെ ഈറനണിയിച്ച് വാങ്കഡയിൽ ഇന്ത്യ രചിച്ച പുതുചരിത്രമായി ആ രാത്രി.